മാഡോക് ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 5ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്. എനിക്ക് ഇപ്പൊ കുറെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇപ്പോഴും നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് തരുന്ന ഒരു യൂണിവേഴ്സിൽ ഒന്ന് തന്നെയാണ് MHCU. ഈ ഒരു സിനിമയിലും നീളം എന്റർടൈൻമെന്റ് ഉണ്ട്, അതിന് മാത്രം ഒരു കുറവില്ല. ഞാനത് ബെസ്റ്റ് ഓഫ് MHCU ഒന്നും പറയുന്നില്ല. എനിക്ക് ബെസ്റ്റില് മറ്റേ സ്ത്രീ 2 ബേഡിയൊക്കെ തന്നെയാണ്. ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തത് മൂഞ്ചിയായിരുന്നു. അതിലും ഫാർ ബെറ്റർ ആണ് തമ എന്ന് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത്. മൂഞ്ചിയെ ഞാനും എന്റെ അനിയത്തിയും കണ്ടു തീർക്കാൻ അമ്മാതി രീതിയിൽ കഷ്ടപ്പെട്ടു. അത്രയും വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മൂഞ്ചി എന്ന സിനിമ എനിക്ക് പേഴ്സണലി തന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി തന്നത്. ഏതായാലും ഈ സിനിമ അതിലും ഫാർ ബെറ്റർ ആണ്. ആൻഡ് സെയിം ഡയറക്ടറാണ്, ആദിത്യ തന്നെയാണ് ഈ സിനിമയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ ഒരു ഗതി ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നില്ല, ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഒരു സിനിമ തുടങ്ങി ആദ്യത്തെ 20 മിനിറ്റ് ഒരു ഇതിലും കണക്ഷൻ ഫീൽ ഉണ്ടായില്ല. കോമഡി ലാൻഡ് ആവാനുള്ള, ചിരിക്കാൻ പറ്റാനുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അതിനുശേഷം പടം എൻഗേജിംഗ് ആയി മാറുന്നുണ്ട്. ധാമ എന്ന സിനിമയും ഇവരുടെ മുന്നത്തെ ഇൻസ്റ്റാൾമെന്റ്സ് പോലെ തന്നെ ഒരു ഉടനീളം ഒരു ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് ആണ് സമ്മാനിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ പാലിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെയിം പെർഫോമൻസുകളും, ഓവർ ദ ടോപ്പ് പെർഫോമൻസസ്, കാരിക്കേച്ചർ കൈൻഡ് ഓഫ് പെർഫോമൻസസ് ആണ്. സോ MHCU അത് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോമഡി ഫാന്റസി ഹൊറർ എന്റർടൈൻമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്തോ. ബോത്ത് ടിക്കറ്റ് പ്രൈസ് ആവും തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. എനിക്ക് ഏതായാലും ഒരു എൻജോയബിൾ ഫെയർ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. കുറച്ച് നെഗറ്റീവ്സ് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. ആദ്യത്തെ നെഗറ്റീവ് ആണ് ഈ സിനിമയുടെ റൊമാൻസ്. കാട്ട ശോകം റൊമാൻസ് ആയിരുന്നു. ഭയങ്കര വലിയ റൊമാൻസ് ഒക്കെ ആയിട്ട് കാണിക്കണത്. അയ്യോ, സങ്കടം കാണിക്കുന്ന റൊമാൻസ് ഒക്കെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ആ റൊമാൻസിൽ നമുക്ക് ഒരു തരി പോലും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. അവര് നമുക്ക് ആ പേരിനോട് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യില്ല, അവരുടെ ഇമോഷൻസിനോട് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യില്ല, അവരൊന്നും തോന്നില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് സൗരഭും, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് സത്യജിഗറും, ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. വിഷ്വൽസ് ആ ഒരു വാമ്പയർ വേൾഡിന് നല്ല രീതിയിൽ ക്യാമറ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു വേൾഡിനെ ഭാഗമാവാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കളർ ടോൺ, ഒരു റെഡിഷ് ബ്ലൂയിഷ് ടോൺ, അത് നല്ല രീതിയിൽ ഈ ഒരു സിനിമയുടെ മൂഡിന് നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ടായി. അതേപോലെ ഒരു നോവൽ ടച്ച് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ മ്യൂസിക് വേറെ ലെവല് മ്യൂസിക്കൽ വർക്ക് തന്നെയായിരുന്നു. ഇതിലെ മെലോഡിയസ് സോങ്സും ഡാൻസ് നമ്പേഴ്സും ഒന്നും അങ്ങനെ ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല. എല്ലാ സിനിമയ്ക്ക് ചേർന്നാണെങ്കിൽ തന്നെയാണ് പോയത്. ബിക്കോസ് ആ സിനിമയുടെ പാട്ടുകളാണെങ്കിലും അതിൽ വിഷ്വലി ആണെങ്കിലും എല്ലാം കാണാൻ നല്ല ഭംഗികളുണ്ട്. അവിടെ എന്തൊരു പോരായ്മ ഫീൽ ചെയ്തില്ല. സോ ഞാൻ പറയാൻ വന്നത് ഈ വിഷ്വൽ പരിപാടി, മ്യൂസിക് പരിപാടിയാണ് ഈ റൊമാൻസിന്റെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഫീലിങ്ങും ആ ഒരു ബോറടി തോന്നാത്ത വിധം മാറ്റി വെക്കുന്നത്. രണ്ടാമത്തെ നെഗറ്റീവ് ആണ്, ഈ സിനിമയിൽ ഒരു രീതിയിലുള്ള ഇമോഷണൽ ഡെപ്ത് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ഫ്ലാറ്റ് ആണ്. ചിരിയാണ്, കോമഡിയാണ് സിനിമയുടെ മെയിൻ സാധനം. പക്ഷെ ഇമോഷൻസ് ഇല്ല. പക്ഷെ നമുക്ക് ഇമോഷൻസ് തോന്നുന്ന ഒരു ഭാഗമുണ്ട് ഈ സിനിമയുടെ. ഇവരുടെ ഒരു ഫാമിലി ആർക്ക് ഉണ്ട്, ആയുഷ്മാന്റെ ഫാമിലി, അച്ഛൻ മോൻ കോംബോ പൊളിച്ചു. അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഫാമിലി ഫീലിംഗ്, അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. പരേഷ് റാവളും ആയുഷ്മാനും കോമഡി വേറെ ലെവലായിരുന്നു. അടിപൊളിയാണ്. ഇവരുടെ കോമഡി ടൈമിംഗ് എടുത്തു പറയാനാണ്. ഈ സിനിമയിൽ കുറെ മൊമെന്റ്സിൽ ഇവർക്ക് തന്നെ ഈ സിനിമയെ സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെയാണ് നവാസുദ്ദീൻ സിദ്ദീഖ്. ആ വില്ലനെ മര്യാദക്ക് അവർ എഴുതിയിട്ടില്ല. വലിയ ആന വില്ലൻ എന്നൊക്കെ, ധാമ വലിയ വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വില്ലന് വലിയ സ്കോപ്പ് ഒന്നുമില്ല. പടത്തിലെ ഒരു മുഴുനീളം ഭാഗവും പൂട്ടിയാണ് കിടക്കുന്നത്. അവസാനം പൂട്ടിൽ നിന്ന് പുറത്തോട്ട് വരികയും ചെയ്യും, അപ്പൊ തന്നെ തിരിച്ചു കയറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഭയങ്കര വീക്ക്ലി റിട്ടേൺ ആയ ഒരു വില്ലൻ ക്യാരക്ടർ. പക്ഷെ എനിക്ക് ആദ്യത്തെ ഒരു പോർഷൻസ് മാത്രം നവാസുദ്ദീന്റെ പെർഫോമൻസ് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ പിന്നീട് ഡീസന്റ് ആയിട്ട് തന്നെ മാറുന്നുണ്ടായി. പിന്നെ രശ്മിക നന്നായിരുന്നു. ക്ലൈമാക്സും കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തത്. എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു രീതിയിലും കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ സിനിമ അവസാനിക്കുകയും ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മുഴുനീളം ചിരിക്കാനുണ്ട്. 2.5 hours ഫുൾ ഓൺ കോമഡി എന്റർടൈൻമെന്റ് ആണ് സിനിമ. അതുകൊണ്ട് തന്നെ ഈ ഇത്രയുള്ള പോരായ്മയും അവരൊക്കെ ഈ കോമഡിയിൽ അങ്ങ് ഒതുക്കി തീർത്തു. പിന്നെ 2 ക്യാമിയോസ് ഉണ്ട് സെക്കൻഡ് ഹാഫ്, അതും രണ്ടും പൊളിയായിരുന്നു. അതും വലിയൊരു സർപ്രൈസിങ് ഫാക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സിനിമകൾ കാണാൻ നമുക്കൊരു ആകാംക്ഷ വരും, കാണാൻ ഒരു ആഗ്രഹം വരും. ആക്ഷൻ സീക്വൻസസ് വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു. കോസ്റ്റ്യൂംസ്, പിന്നെ 155 കോടിയുടെ ബഡ്ജറ്റിലുള്ള VFXും CGIയും ഒരു കീടിലും വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 145 crores കംപ്ലീറ്റ്ലി നന്നായിട്ട് തന്നെയാണ്, ജസ്റ്റിഫയബിൾ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് കാണാൻ മനസ്സിലാവും. അതിനകത്ത് ക്രിയേച്ചേഴ്സിനാണെങ്കിലും വേൾഡിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് വളരെ വൃത്തിയോടെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമുക്ക് ആ ഒരു തിയേറ്ററിന് കൊടുത്ത പൈസ ലാഭമായിട്ട് തന്നെ തോന്നുള്ളൂ. ഓവറോൾ 2.5 മണിക്കൂർ
നല്ല രീതിയിൽ ചിരിച്ച് രസിച്ച് ഒരു കോമഡി എന്റർടൈനർ, ഒരു ഡീസന്റ് ആയ ഒരു കോമഡി എന്റർടൈനർ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തന്നെ വിശ്വസിക്കുന്നു. പിന്നെ അല്ലാത്തവർ MHCU ഫാൻസ് ആണെങ്കിലും ഈ സിനിമയിൽ അത്രയും ഡിസപ്പോയിന്റഡ് ആവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ ട്രൈ ചെയ്ത് നോക്കുക.